ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് ഏറ്റവും അനിവാര്യമായ ഒന്നാണ് സൂര്യപ്രകാശം. സസ്യങ്ങൾ മുതൽ മനുഷ്യരടക്കമുള്ള എല്ലാ ജീവജാലങ്ങൾക്കും സൂര്യപ്രകാശം ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ്. പ്രകൃതിയിലെ ഊർജത്തിന്റെ പ്രധാന സ്രോതസ്സാണ് സൂര്യൻ. ചില കെമിക്കൽ റിയാക്ഷൻസ് നടക്കാൻ ഹീറ്റ് എനർജി ആവശ്യമായി വരാറുണ്ട്. ഇത്തരം കെമിക്കൽ റിയാക്ഷൻസിനെ തെർമോകെമിക്കൽ റിയാക്ഷൻസ് എന്നാണ് വിളിക്കുന്നത്. ഡീകമ്പോസിഷൻ ഓഫ് കാൽഷ്യം കാർബണേറ്റ്, കമ്പഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ്, ഇത്തരത്തിലുള്ള റിയാക്ഷൻസ് തെർമോകെമിക്കൽ റിയാക്ഷൻസിന് എക്സാമ്പിളാണ്. തെർമോകെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ച് ഇതിനോടകം തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇനി മറ്റു ചില റിയാക്ഷൻസ് നടക്കാൻ സൺലൈറ്റ് അഥവാ സൂര്യപ്രകാശം ആവശ്യമായി വരാറുണ്ട്. ഇത്തരത്തിലുള്ള റിയാക്ഷൻസിനെയാണ് ഫോട്ടോകെമിക്കൽ റിയാക്ഷൻസ് അഥവാ പ്രകാശരാസപ്രവർത്തനങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഫോട്ടോകെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ചുറ്റും നോക്കിയാൽ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ നടക്കുന്ന നമുക്ക് ഏറ്റവും ഫെമിലിയറായ ഒരു ഫോട്ടോകെമിക്കൽ റിയാക്ഷനാണ് ഫോട്ടോസിന്തസിസ്. പ്ലാന്റ്സ് സൺലൈറ്റിനെ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നതെന്ന് നമുക്ക് നോക്കാം. ഗ്രീൻ പ്ലാന്റ്സ് സൂര്യനിൽ നിന്നുള്ള എനർജി ഉപയോഗിച്ച് കാർബൺ ഡയോക്സൈഡിനെയും വാട്ടറിനെയും ഗ്ലൂക്കോസും ഓക്സിജനുമാക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം. ഇവിടെ ഫോട്ടോ എന്ന ടേം പ്രകാശത്തെയും സിന്തസിസ് ഗ്ലൂക്കോസ് എന്ന ഫുഡിൻ്റെ സിന്തസിസിനെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ സൺലൈറ്റിനെ പോലെ പ്രാധാന്യമർഹിക്കുന്ന മറ്റൊന്നാണ് ക്ലോറോഫിൽ. ഗ്രീൻ പ്ലാന്റ്സിൽ കാണപ്പെടുന്ന കോമ്പൗണ്ടാണ് ക്ലോറോഫിൽ. ക്ലോറോഫിലാണ് സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ സൺലൈറ്റ് ഉപയോഗിച്ച് സസ്യങ്ങൾ തങ്ങൾക്കാവശ്യമായ ഫുഡ് അഥവാ ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് ഫോട്ടോസിന്തസിസ്. ഇവിടെ ലൈറ്റ് എനർജിയാണ് പ്രധാന എനർജി സോഴ്സ്. ഫോട്ടോസിന്തസിസിൻ്റെ ഫലമായി ഓക്സിജൻ, ഗ്ലൂക്കോസ് എന്നീ പ്രോഡക്ട്സ് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഇവിടെ ലൈറ്റ് എനർജി കെമിക്കൽ എനർജി ആയാണ് രൂപാന്തരപ്പെടുന്നത്. ചുവടെ ചേർത്തിരിക്കുന്ന ഫോട്ടോസിന്തസിസിൻ്റെ ഇക്വേഷൻ ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ ലൈറ്റ് എനർജിയുടെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സിലൂടെയാണ് ഭൂമിയിലെ ജീവൻ തന്നെ നിലനിൽക്കുന്നത്. ഇനി ഒരു കെമിക്കൽ റിയാക്ഷൻ ചെയ്ത് നോക്കിയാലോ. ഒരു വാച്ച് ഗ്ലാസ്സിൽ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ എടുത്ത് അതിലേക്ക് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു. ഇവിടെ എന്തു ചേഞ്ചാണ് സംഭവിച്ചത്? അതെ, ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകുന്നു. ഈ പ്രോഡക്റ്റിലേക്ക് 2 പീസസ് ഓഫ് കോട്ടൺ ഡിപ്പ് ചെയ്യുക. ഒന്ന് ഒരു ബ്ലാക്ക് പേപ്പറിൽ പൊതിഞ്ഞും മറ്റേത് ഓപ്പൺ എയറിലും വയ്ക്കുന്നു. അല്പസമയത്തിന് ശേഷം 2 കോട്ടൺ പീസസിലും ഉണ്ടായ ചേഞ്ച് എന്താണെന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഓപ്പൺ എയറിൽ അഥവാ തുറന്നു വെച്ച കോട്ടൺ പീസിന് ഒരു കളർ ചേഞ്ച് സംഭവിക്കുന്നു. ഇവിടെ ഏത് ഫോം ഓഫ് എനർജി ആയിരിക്കും കളർ ചേഞ്ചിന് കാരണമായത്? അതെ, ലൈറ്റ് എനർജി. ഇവിടെ റിയാക്റ്റൻസായ സിൽവർ നൈട്രേറ്റും സോഡിയം ക്ലോറൈഡും തമ്മിൽ റിയാക്ട് ചെയ്ത് സിൽവർ ക്ലോറൈഡ് ഉണ്ടാകുന്നു. സിൽവർ ക്ലോറൈഡ് സൺലൈറ്റിനെ അബ്സോർബ് ചെയ്ത് സിൽവറും ക്ലോറിനുമായി ഡിസോസിയേറ്റ് ചെയ്യുന്നു. ഇവിടെ സിൽവർ എന്ന പ്രോഡക്റ്റിൻ്റെ ഫോർമേഷനാണ് ഓപ്പൺ എയറിൽ വെച്ചിരുന്ന കോട്ടണിൻ്റെ കളർ ചേഞ്ചിന് കാരണമായത്. മിന്നാമിനുങ്ങിനെ പോലുള്ള ചില ജീവികൾ പുറപ്പെടുവിക്കുന്ന പ്രകാശം മാന്ത്രികമല്ലെന്ന് നമുക്കറിയാമല്ലോ. മിന്നാമിനുങ്ങ് അഥവാ ഫയർഫ്ലൈയുടെ ശരീരത്തിൽ നടക്കുന്ന ചില കെമിക്കൽ റിയാക്ഷൻസിൻ്റെ ഫലമായാണ് ലൈറ്റ് പുറത്തു വരുന്നത്. ബയോലൂമിനസെൻസ് അഥവാ ജൈവ പ്രകാശോത്സർജനം. ലൈറ്റ് പുറപ്പെടുവിക്കാനുള്ള ഇത്തരം ജീവികളുടെ കഴിവിനെ ഇങ്ങനെ വിളിക്കാം. പെട്ടെന്ന് ലൈറ്റ് പുറപ്പെടുവിച്ച് പ്രിഡേറ്റേഴ്സിനെ ഞെട്ടിക്കുക, അവർ വരുമ്പോൾ സ്വയം മുഴങ്ങുന്ന ഒരു അലാം പോലെ അവരുടെ ശ്രദ്ധ തിരിച്ച് ഓടിക്കുക, അതുമല്ലെങ്കിൽ സ്വന്തം പ്രകാശത്താൽ ചുറ്റുപാടിൻ്റെ അതേ നിറം സ്വീകരിച്ച്
തങ്ങളെ തിരിച്ചറിയാൻ പറ്റാതാക്കുക എന്നതൊക്കെ ഇത്തരം ജീവികൾ ബയോലൂമിനസെൻസ് ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങളാണ്. ഫയർഫ്ലൈകളിൽ കാണപ്പെടുന്ന ലൂസിഫറിൻ എന്ന കെമിക്കലാണ് ഇവ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നതിൻ്റെ റീസൺ. ലൂസിഫറിൻ എന്ന കെമിക്കൽ സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് റേസിനെ ലൂസിഫറേസ് എന്ന എൻസൈമിൻ്റെ സഹായത്താൽ അബ്സോർബ് ചെയ്യുകയും അതിൻ്റെ ഫലമായി വിസിബിൾ ലൈറ്റിനെ എമിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഫെനോമിനനാണ് ബയോലൂമിനസെൻസ്. സാധാരണയായി ഒരു ഫീമെയിൽ സ്പീഷീസിൻ്റെ അബ്ഡോമിനൽ പാർട്ടിനാണ് ലൂസിഫറേസ് എന്ന എൻസൈം കാണപ്പെടുന്നത്. മഗ്നീഷ്യം അയോൺസ്, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, ഓക്സിജൻ എന്നിവയുടെ സഹായത്താലാണ് ഇവ ലൈറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. രാത്രിയിൽ കടൽ തിളങ്ങുന്നത് കണ്ടിട്ടുണ്ടോ? മിന്നാമിനുങ്ങിനെ പോലെ സ്വന്തമായി പ്രകാശമുണ്ടാക്കാൻ കഴിയുന്ന വളരെ ചെറിയ ജീവികളായ ബയോലൂമിനസെന്റ് പ്ലാങ്ക്ടൺസ് ആണ് ഇതിന് പിന്നിൽ. ഇവർ എങ്ങനെയാണ് പ്രകാശം പുറപ്പെടുവിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. കാണാൻ നല്ല രസമാണെങ്കിലും പ്ലാങ്ക്ടൺസ് പ്രകാശം പുറപ്പെടുവിക്കുന്നത് ഭംഗി കൂട്ടാനല്ല, ഇത് ഒരു പ്രതിരോധ മാർഗമാണ്. ദശലക്ഷക്കണക്കിന് ബയോലൂമിനസെന്റ് പ്ലാങ്ക്ടൺസ് ചിലപ്പോഴൊക്കെ ഒരു വലിയ കടൽ തീരം മുഴുവനായും നക്ഷത്രങ്ങൾ നിറഞ്ഞ ഒരാകാശത്തെ പോലെ പ്രകാശിക്കാറുണ്ട്. ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യുകയോ അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുകയോ ചെയ്യുന്ന റിയാക്ഷൻസാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. ഇത്തരത്തിലുള്ള റിയാക്ഷൻസിനെ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് അഥവാ പ്രകാശരാസപ്രവർത്തനങ്ങൾ എന്നാണ് പറയുന്നത്. സോ the reactions in which light energy is absorbed or liberated are known as photochemical reactions. ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ നടക്കുന്ന റിയാക്ഷൻ, ഫോർമേഷൻ ഓഫ് ഓസോൺ ഇൻ ദ അറ്റ്മോസ്ഫിയർ, ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്, ഇതൊക്കെ ഫോട്ടോകെമിക്കൽ റിയാക്ഷൻസിന് എക്സാമ്പിളാണ്. പൊതുവെ ബ്ലാക്ക് അല്ലെങ്കിൽ ഡാർക്ക് കളേർഡ് ബോട്ടിൽസിലാണ് മെഡിസിൻസ് സ്റ്റോർ ചെയ്യുന്നത്. എന്തായിരിക്കും ഇതിന് കാരണം? അതുപോലെ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽസിൽ സ്റ്റോർ ചെയ്യുന്നില്ല. ഇതിൻ്റെ കാരണമോ? ഈ രണ്ട് സാഹചര്യങ്ങളുടെയും കാരണം ഫോട്ടോകെമിക്കൽ റിയാക്ഷൻസുമായി ബന്ധപ്പെടുത്തി ഒന്ന് ആലോചിച്ചു നോക്കൂ. അപ്പോൾ ഫോട്ടോകെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഫോട്ടോസിന്തസിസിലും സിൽവർ ക്ലോറൈഡിൻ്റെ ഡീകമ്പോസിഷനിലും ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യുകയാണ് ഉണ്ടായതെങ്കിൽ ഫയർഫ്ലൈകളിലും മറ്റു മറൈൻ ഓർഗാനിസംസിലും ലൈറ്റ് എനർജി എമിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിൽ ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യുകയോ ലൈറ്റ് എനർജി എമിറ്റ് ചെയ്യുകയോ ചെയ്യുന്ന റിയാക്ഷൻസിനെയാണ് ഫോട്ടോകെമിക്കൽ റിയാക്ഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്രകാശം എന്നത് ചെറിയൊരു വെളിച്ചം മാത്രമല്ല, അത് ജീവൻ്റെ ഉറവിടം കൂടിയാണ്. ഓരോ ചെറിയ ഫോട്ടോകെമിക്കൽ ചേഞ്ചസും ശാസ്ത്രത്തിൻ്റെ അത്ഭുതങ്ങളും ജീവിതത്തിൻ്റെ സൗന്ദര്യവുമാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇപ്പോൾ പ്രകാശം പോലെ എല്ലാവർക്കും ചുറ്റുമുള്ളവരിലേക്ക് ഒരു പോസിറ്റീവ് എനർജി എപ്പോഴും സ്പ്രെഡ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു.